നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിലാണ് ആഘോഷം തുടങ്ങിയിരിക്കുന്നു. നമ്മളെ മാധ്യമങ്ങളിൽ നിന്നും വേറെ ഒരു വാർത്തയും നമ്മൾ കാണുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പൊതുവെ വാർത്ത കുറവുള്ള ദിവസമാണെങ്കിൽ പോലും സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ്. നമുക്ക് എന്താണ് വനിതാ യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ? ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അത്ര വലിയ കലാപരമായ കഴിവുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. വല്ല കവിത ചൊല്ലും, വല്ല ചെറുതായിട്ടൊരു ഡാൻസ് കളിയുന്നൊക്കെ അല്ലാതെ അങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ കലാകാരിയൊന്നുമില്ല. ആകെ അറിയാവുന്നത് വല്ല എഴുതാനും ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനും മാത്രമാണ്. അതിനുള്ളൊരു മത്സരങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല. സബ് ജില്ലയിലൊക്കെ ചുമ്മാ അങ്ങനെ വരെയൊക്കെ ചെറിയ ക്ലാസ്സിൽ പക്ഷെ കാണാൻ പോയിട്ടുണ്ട്. സംഘാടനത്തിന് നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടെ ചാനലുകളിൽ ജോലി ചെയ്യുമ്പോൾ സമയത്ത് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. അല്ല ദൂരെ ഇരിക്കുമ്പോൾ നമ്മൾ ഡെസ്കിൽ ഏകോപനം നമ്മളെപ്പോഴും നടത്താറുണ്ടായിരുന്നു. വളരെ ആഘോഷമാണല്ലോ. വലിയ ആഘോഷം തന്നെയാണ് തീർച്ചയായും. 14 ജില്ലകളിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികൾ അവരുടെ കരച്ചിൽ, സന്തോഷം, ആർപ്പുവിളികൾ, ടെൻഷൻ, അവസാനം കപ്പ് ആരടിക്കും എന്നുള്ള ഇതല്ല. എന്തായാലും അതൊരു സത്യത്തിൽ കേരളത്തിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള വലിയൊരു ഇവന്റ് ആണ്. അത് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി അധ്യാപക എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത്തരത്തിൽ സ്റ്റേറ്റ് ലെവൽ മത്സരം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കേരളത്തിൽ പണ്ട് പോലെ ഇതൊക്കെ ഉണ്ട്. യേശുദാസും ജയസേട്ടനും പോലും പണ്ട് ഇതിൽ പങ്കെടുത്തിരുന്നത് കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സിനിമാ താരങ്ങളും ഗായകരും അല്ലേ, കലാതിലകവും കലാപ്രതിഭയെ കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അതിൽ നിന്നാണ് പലരും സിനിമയിലേക്കൊക്കെ. അതെ, സിനിമയിലേക്ക് മാത്രമല്ല, എഴുത്തുകാർ, മികച്ച എഴുത്തുകാർ, മികച്ച ഗായകർ, മികച്ച പ്രാസംഗികർ, ഇവരെല്ലാവരും തന്നെ യുവജനോത്സവ വേദികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ആളുകളുണ്ട്. എന്തായാലും നമുക്ക് യുവജനോത്സവത്തിന് എല്ലാ ആശംസകളും നേരാം. ഒപ്പം അവിടെ എല്ലാവരും നന്നായി വിജയിച്ചു വരട്ടെ. വിജയിക്കാത്തവരും ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് നാളെ അവർക്ക് അതിന്റെ കഴിഞ്ഞ വർഷം ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം എല്ലാ വർഷവും വിവാദങ്ങളില്ലാതെ ഒരു പരിപാടി നമ്മളായിട്ട് നടക്കില്ല. വിവാദമൊക്കെ കാണും. എങ്കിലും കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് ആശംസകൾ നമുക്ക് നേരാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് ചർച്ച കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ എല്ലാവരും വീണ്ടും മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. HMPV വൈറസ് എന്ന് പറഞ്ഞ HMPV എന്ന് പറഞ്ഞൊരു വൈറസ് ചൈനയിൽ നിന്ന് വരുന്നു. അത് വലിയ രീതിയിൽ കോവിഡ് വ്യാപനം പോലെ വ്യാപിക്കുന്നു. ചൈനയിൽ ഈ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പോലെയുള്ള ക്ലിക്ക് ബൈറ്റുകൾ കിട്ടാൻ പാകത്തിനുള്ള ടൈറ്റിലുകളൊക്കെ ഇട്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ചൈന ഒട്ടും സുതാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യം അറിയില്ല. എങ്കിൽ പോലും ഈ വാർത്ത ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതേസമയം ചൈനയിൽ നിന്ന് തന്നെയുള്ള ഇൻസ്റ്റഗ്രാം, ഞാൻ ആദ്യം ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചൈനീസ് ഇൻസ്റ്റാഗ്രാമറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ഉള്ളത് നമുക്ക് തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി ചില ആൾ അവിടെ നിന്ന് അയച്ചു. അവരൊക്കെ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അടിയന്തരാവസ്ഥയൊന്നുമില്ല. പക്ഷെ വിന്റർ ഫിനോമിനൻ എന്ന രീതിയിൽ ആളുകൾക്കിടയിൽ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു കോവിഡ് പോലെ കോവിഡിന്റെ 5ാം വാർഷികത്തിൽ അതാ വീണ്ടും ഒരു കോവിഡ് വ്യാപന രീതിയിലൊന്നും പറയാൻ മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെയുള്ള എന്തെങ്കിലും വൈറസുകളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനൊരു എന്താ പറയുക അതിഭീകരമായ വൈറസുകളുടെ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് WHO പോലെയുള്ള അംഗീകൃത സംഘടനകൾ അതിനോട് കൃത്യമായി പ്രതികരിക്കുകയും നിങ്ങൾ എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ എടുക്കണമെന്ന് ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതൊന്നും അല്ലാത്ത തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയാനായിട്ട് നമ്മളെപ്പോഴും പറഞ്ഞു ഭയം വേണ്ട, ജാഗ്രത മതി. പ്രത്യേകിച്ച് വ്യാജ വാർത്തകളോട് ജാഗ്രത. നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആളുകൾക്ക് ഒരു ആശ. എന്നെ തന്നെ 1-2 സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചു, സത്യമാണോ നമ്മളിനി വീണ്ടും മാസ്ക് ഇടേണ്ടി വരുമോ, നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും? കാരണം ആ കോവിഡ് കാലത്ത് ആൾ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല നമ്മുടെ മന്ത്രി വീണ ജോർജ് വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഒഫീഷ്യൽ ഡിക്ലറേഷനോ റിപ്പോർട്ടുകളോ ഒന്നും വന്നിട്ടില്ല. എന്നാൽ പോലും മുതിർന്നവരും ഗർഭിണികളും ഒക്കെ മാസ്ക് വേണമെങ്കിൽ ധരിച്ചോളൂ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഒരു പനി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വിന്റർ സീസൺ ആവുന്ന സമയത്തുള്ള പനികളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഇപ്പോഴും ശബ്ദം ശരിയായിട്ടില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസസ് ഒക്കെ കിട്ടാതെ, ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാതെ, നമ്മുടെ അതോറിറ്റി അവരാരും തന്നെ ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാതെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇൻ കേസ് അങ്ങനെ വന്നാൽ തന്നെ നമ്മളൊരു കോവിഡിനെ നേരിട്ടൊരു ലോകമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കോവിഡ് വന്നാലും ഇതിനേക്കാൾ മികച്ച രീതിയിൽ അതിജീവിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യം. പലപ്പോഴും എന്താണ് വലിയ മരുന്ന് കമ്പനികളുടെ വലിയ മാഫിയകളൊക്കെ ഉണ്ട്. അവരായിരിക്കും പലപ്പോഴും ഇത്തരം വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വിടുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇതിന് പിന്നിലെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും നമ്മൾ തൽക്കാലം ഇപ്പോൾ പേടിക്കേണ്ടതില്ല. വീഡിയോയുടെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വെരിഫൈഡ് വീഡിയോസുകളൊന്നുമല്ല. ഇപ്പം ചൈന കോവിഡിന്റെ സമയത്ത് അതേ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് 2024 ഡേറ്റ് ഇട്ട് കൊടുത്താൽ നമ്മളെങ്ങനെ അറിയാം? ഇപ്പം ഇങ്ങനത്തെ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ വീഡിയോകളുടെ എന്താ പറയുക സാധുത അത് എത്രത്തോളം
കറന്റ് ആണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഡേറ്റഡ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ ഇന്ന് ഇവിടെ ഒരാൾ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഓഫീസിലേക്ക് ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഈ പണം തട്ടിപ്പിനായി AI ജനറേറ്റഡ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വലിയ വൻ വ്യവസായ പ്രമുഖരുടെ AI വീഡിയോ. ഇത് വിശ്വസിച്ച് ഇത് അവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് കാശ് കൊടുത്ത ഒരുപാട് ആളുണ്ടെന്നാണ്. നമുക്കത് അതേക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. വീഡിയോകളെടുത്ത് നമ്മളത് പറയുന്നുണ്ട്. അതൊരു വലിയ വിചിത്ര കാര്യമാണ്. ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യകുലത്തിന് പുരോഗമനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വ്യാജ വീഡിയോകൾ പ്രചരിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാർഡ് മെമ്പറുണ്ട്, ആശാ വർക്കർമാരുണ്ട്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ വരും. അപ്പോൾ മാത്രം ഒന്ന് കരുതിയിരിക്കുക. എന്തായാലും വൃത്തി പാലിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാ ഏതായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇസ്രായേൽ വിഷയം ഒന്നുകൂടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. അത് അമേരിക്ക ഇസ്രായേലിന് $800 കോടി ആയുധങ്ങൾ 8 ബില്യൺ കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പാർലമെന്റ് സഭകളുടെ അംഗീകാരം വേണം. അത് അംഗീകാരം കിട്ടും. ഏതായാലും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതിനൊരു റെലവൻസ് വരുന്നത് ബൈഡൻ ഇറങ്ങുന്നതിന് മുൻപ് ചെയ്തു അതാണ് അതിന്റെ പ്രസക്തി. അപ്പോൾ ബൈഡൻ എന്നല്ല, ഇനി എന്തായാലും ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപ് പൂർണ്ണമായ പിന്തുണയായിരിക്കും. അപ്പോൾ ബൈഡനെ സംബന്ധിച്ചോളം ബൈഡൻ അതിനേക്കാൾ കൂടുതൽ പിന്തുണ ഇതാ കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. 8 ബില്യൺ ഡോളറിന്റെ ആയുധം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടല്ല, അത്യാധുനിക ആയുധങ്ങളാണ് നിലവിൽ കയ്യിലുള്ളത്. ഇപ്പോഴും പിന്നീട് ആവശ്യമായി വരുന്നവ ഒരു വർഷത്തിനുള്ളിലും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പോർ വിമാനങ്ങളുണ്ട്, ഇക്കാര്യത്തിൽ ഹെലികോപ്റ്ററുകളുണ്ട്, പിന്നെ വലിയ പ്രഹരശേഷിയുള്ള ബോംബുകൾ. അതാണ് ഇതിന്റെ വലിയ സവിശേഷതയുള്ള ഒന്ന്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇനിയൊരു യുദ്ധത്തിന് വന്നാലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് തന്നെയല്ലേ. ഇസ്രായേൽ എത്ര ആയുധം കിട്ടിയാലും തികയില്ലല്ലോ. കാരണം ഇത്രയും പേരെ നേരിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തിനേക്കാണ് 1-2 രാജ്യങ്ങളാണെങ്കിൽ നേരിട്ടാൽ മതി. ഇത് അങ്ങനെയല്ല, ഇത് 4 വഴിക്കുന്ന ശത്രുക്കളാണല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ എന്താണ് ചേട്ടാ ഗാസയിലേക്ക് അവസ്ഥ? അല്ല, ഗാസയിൽ ഇപ്പം പൊതുവെ സമാധാനപരമാണ് കാര്യങ്ങളൊക്കെ. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കൃത്യമായും ഹമാസിൻ്റെ ചില നേതാക്കൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് വരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പോലീസ് മേധാവി, ഹമാസിൻ്റെ പോലീസ് ഉണ്ടെന്ന് അറിയുന്ന നമ്മൾ വരുന്നതാണ്, ഹമാസിൻ്റെ പോലീസ് മേധാവിയെ കൊന്നു. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട പല നേതാക്കൾ, അതായത് ഈ അന്നത്തെ ഒക്ടോബർ 7 ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്ത ചിലർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ലീഡേഴ്സ് ഉണ്ടായി. അവിടെ ഈ ക്രൂരത കാണിച്ച ആളെ കൂട്ടക്കൊല നടത്തുകയും റേപ്പൊക്കെ ചെയ്ത ആളുണ്ടല്ലോ. ഇവരാരാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. അങ്ങനെ അവരെ ഓരോരുത്തരെയായി കൊല്ലുകയാണ്. മാത്രമല്ല, ഇന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ ജോ ബൈഡൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഹൂതി വിമതന്മാരെ അടിയന്തരമായി അവരെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. കാരണം ഒരുപക്ഷെ ട്രംപ് ഈ മാസം 20-ന് സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ അതോടുകൂടി ബൈഡന്റെ കാലാവധി കഴിയുകയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ, ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ ചില പ്രത്യേക മാധ്യമങ്ങളൊക്കെ തന്നെയും അത് ഹൂത്തി വിമതർ തിരിച്ചടിക്കുന്നു, ഇസ്രായേൽ ഞെട്ടിത്തരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയും ഹമാസിന്റെ അത്രയും പോലും മാരകമൊന്നുമല്ലാത്ത ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അവരെ നേരിടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ വിട്ടപ്പോൾ ഇസ്രായേൽ പോയി തിരിച്ചടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു സമാധാനം പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം പുതുവർഷമായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തും വെടിയും പ്രശ്നങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം 2025 യുദ്ധസമാനമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ബൈഡൻ നൽകിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം സൈന്യത്തിന് ഒരു കാരണവശാലും സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടരുതെന്നാണ്. ഈ ഹൂത്തി വിമതന്മാർ അവരുടെ ശക്തി കേന്ദ്രങ്ങളും അവരെ മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക. ഇപ്പം ചെങ്കടലിൽ അവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ഹൂത്തി വിമതർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന, ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ, ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെല്ലാം തന്നെ ആക്രമിക്കുന്നതായിരുന്നു അവരുടെ പതിവ്. ഏതായാലും അമേരിക്ക അവിടെ വൻതോതിൽ സേനാ വിന്യാസമൊക്കെ നടത്തി വളരെ സുസജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ USS ഐസനോവർ എന്ന മറ്റു പേരുള്ള അവരുടെ മുൻ പ്രസിഡന്റുമാരുടെ പേരാണ് ഈ യുദ്ധക്കപ്പലുകൾക്കെല്ലാം കൊടുക്കാറുള്ളത്. ആ കപ്പൽ ഇപ്പോൾ അവിടെയുണ്ട്. അവർ നിരന്തരമായി കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ശക്തി കേന്ദ്രം ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ജെറുസലേം പോസ്റ്റിലെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിനൊരു വലത് കൈ എന്ന രീതിയിൽ അമേരിക്ക വളരെ പ്രത്യക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത്. ബ്രാൻഡ് പ്രോക്സി ആയിരുന്നു ഹിസ്ബുള്ള എങ്കിൽ അമേരിക്ക പ്രോക്സി ആവാനൊന്നുമില്ല, വളരെ വ്യക്തമായി അവരൊരു ബറ്റാലിയനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടോ? ഇറാനിൽ കുറച്ച്
ആക്രമണമൊക്കെ അവിടെ ഇറാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2024 1000-ലധികം പേരെ തൂക്കി കൊന്നു എന്നാണ് പറയുന്നത്. വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രാകൃതമായ രീതിയില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവിടെ തൂക്കി കൊല്ലുന്നതെന്നാണ്. ഒരു മനുഷ്യനെ അങ്ങ് അറ്റ ഇഞ്ചിഞ്ചായി വേദന അനുഭവിപ്പിച്ച് ആണ് അവരെ കൊല്ലുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നം, അവിടുത്തെ ഭരണകൂടം ഭയപ്പെടുന്നത് ട്രംപ് വരുന്നത് തന്നെയാണ്. ട്രംപ് ഇനി എത്ര ദിവസമുണ്ട്? ഇന്ന് 4 ഇനി 2 ആഴ്ച കഷ്ടിച്ചേ ഉള്ളൂ. ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരുടെ ആണവ കേന്ദ്രമൊക്കെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഭയം അവർക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഈ അമേരിക്ക ഇത്രയും ഒരു സഹായം കൂടി നൽകുന്നത് അവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എത്ര യുദ്ധം ചെയ്താലും ഒരു സ്ഥിരമായ സാമ്പത്തിക അവസ്ഥയും സാമൂഹിക ക്രമവും രാജ്യത്തിൻ്റെ ഭരണക്രമവും നിലനിൽക്കുന്ന ചിലപ്പോൾ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ അസ്ഥിരമായ ഭരണകൂടങ്ങൾ വന്നതുകൊണ്ടും, ഇപ്പോൾ യമൻ്റെ കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ്റെ വിഷയം നമുക്കറിയാം. ഇറാനിൽ ഒരു ഭരണകൂടമുണ്ട്, പക്ഷേ അവിടെ മതഭരണകൂടമാണ്. യമൻ്റെ കാര്യം നമുക്കറിയാം, അവിടെ ഹൂത്തി വിമതർ ആരാണ്, എവിടെയാണ്, ആരൊക്കെയാണ് അതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം മറ്റ് സിറിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൈകളെത്തിയിട്ടുള്ള എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധിയും ആളുകൾക്ക് ജീവന് ഭീഷണിയും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പട്ടിണിയും ദാരിദ്ര്യവും അതിൻ്റെ കൂടെ അസ്ഥിരമായ ഭരണകൂടവുമാണുള്ളത്. അപ്പം എന്തായാലും 2025 നിന്നും എത്തിയാൽ പോലും ഇവർക്കൊന്നൊരു മോചനം ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലാക്കലാണ് നമുക്ക് വേണ്ടത്. ഇനി അത് ഏത് തരത്തിലാണെങ്കിലും അത് ഇസ്രായേൽ പ്രതിരോധിക്കാൻ സജ്ജമാവുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിരിക്കാം, അതുകൊണ്ട് കൂടിയായിരിക്കണം അവർ സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ $8 ബില്യൻ്റെ ആയുധശേഖരം അവർ എടുക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ 67 ബില്യൺ മുകളിലായിട്ടുണ്ട് യുദ്ധച്ചെലവുകൾ മാത്രമായിട്ട്. 67 ബില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു തുകയൊന്നുമല്ല. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു തുക യുദ്ധ ആവശ്യങ്ങളും മാത്രം, അത് യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ്. അവർ ഉണ്ടാക്കുന്ന പണമാണ്. അവരുടെ GDP-യിലെ ഇത്രയും വലിയൊരു ഭൂരിഭാഗം കാര്യങ്ങളും ഇങ്ങനെ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടി അവർ ചെലവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇസ്രായേൽ വീണ്ടും വീണ്ടും തങ്ങളുടെ ആയുധബലം കൂട്ടുകയും ഇപ്പം മൊസാദിന്റെ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊസാദ് എങ്ങനെ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്, ആ സംഭവം ഒരുപക്ഷെ അത് നമ്മളെ ഒരു സിനിമാ കഥ പോലെയാണത്. ഒരുപക്ഷെ ആ വാർത്ത കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ നമുക്കത് ചെറുതായിട്ട് വിശദീകരിക്കാം. കഴിഞ്ഞ ദിവസം ആണ് ഇതിൻ്റെ വീഡിയോ മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. ഇസ്രായേൽ മൊസാദ് ഈയിടെയായിട്ട് അവർ നടത്തിയപ്പോൾ നമ്മുടെ പലരെയും കൊന്നത്, ഇസ്മായിൽ ഹനിയെ കൊന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതുപോലെ ഓരോന്നോരത്ത് പുറത്തു. അപ്പോൾ സെപ്റ്റംബർ 8 നടന്ന ഒരു ആക്രമണമാണ്. അതായത് സിറിയയിൽ, അന്ന് അസദ് തന്നെയാണ് അവിടെ പ്രസിഡന്റ്, സിറിയയിൽ ഇറാന് അവിടെയും അവർക്ക് ഒരു ഗവേഷണ കേന്ദ്രം എന്ന ലേബലിൽ ഒരു ആയുധ നിർമ്മാണ കേന്ദ്രമുണ്ട്. സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതിലാണ് പോകുന്നത്, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം എന്നാണ് പേര്, പക്ഷേ ആ സംഗതി ആയുധമാണ്. ഇവർ ചെയ്തത് അപ്പോൾ ഇറാനൊരു സംശയം വന്നു. കാരണം ഇതൊക്കെ ആകുമ്പോൾ ഇസ്രായേലിന് ചാരക്കണ ഉള്ളതുകൊണ്ട് പിടിക്കുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് ഇവർ ചെയ്തത് ഭൂമിക്കടിയിൽ ഒരു പർവ്വത നിരകളുടെ അടുത്ത് ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കി. ഗവേഷണ കേന്ദ്രം അല്ല, മിസൈൽ നിർമ്മാണ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് ഇവർ അതിനകത്ത് നിരന്തരമായ മിസൈലുകൾ നിർമ്മിച്ച് ഹിസ്ബുള്ളക്കെല്ലാം എത്തിക്കാൻ തുടങ്ങി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രോസസ്സാണ് കഴിഞ്ഞത്. പക്ഷേ ഇസ്രായേലിന് കൃത്യമായ വിവരം കിട്ടി. പക്ഷേ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സ്ഥലത്ത് ചെല്ലുക. സിറിയ വേറെ രാജ്യമാണ്, അവിടെ ചെന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങി ഇത് നശിപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. 120 കമാൻഡോസാണ് പോയത് ഇതിനു വേണ്ടി ഹെലികോപ്റ്ററുകളിൽ പോയിട്ട് അവർ യുദ്ധവിമാനങ്ങളെല്ലാം തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇവർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ ഇവരെ നേടാൻ ഇസ്രായേലിൽ വേറെ യുദ്ധവിമാനങ്ങളെല്ലാം തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇവരവിടെ ഇറങ്ങുന്നു, ഇവരവിടെ ചെന്ന് ഇതിൻ്റെയൊക്കെ രാത്രിയാണ് ചെല്ലുന്നത്. രാത്രി ഇതിൻ്റെ വാതിൽ തറക്കുക പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് അവർ ആക്രമിച്ച് തകർത്ത് അകത്ത് കയറി 100ഓളം ബോംബുകളാണ് അതിനകത്ത് വെച്ചിട്ട് തിരിച്ച് ഇവർക്ക് ഹെലികോപ്റ്റർ കയറിയതിന് ശേഷം ഇത് ഓണാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓണാക്കി മിസൈൽ നിർമ്മാണ ഫാക്ടറി തീർത്തും ഇല്ലാതായി. ശരിക്കും ഇസ്രായേൽ സൈനികർ പറഞ്ഞത് അവർ ഹെലികോപ്റ്റർ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭൂമി കുലുക്കം ഉണ്ടാകുന്നത് പോലത്തെ ഒരു ഫീലിംഗ് തോന്നിയെന്നാണ് ആ സ്ഫോടനം നടക്കുന്നത്. അത്രമാത്രം ആയുധങ്ങൾ അതിനകത്ത് ഇവർ സൂക്ഷിച്ചിരുന്നു, മിസൈലുകൾ വെച്ചിരുന്നു. ഒപ്പം 1 ടണ്ണിലധികം വരുന്ന ബോംബുകളാണ് അവിടെ ഇസ്രായേൽ സ്ഥാപിച്ചത്. ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നല്ലോ, പല വാർത്തകളും. അപ്പോൾ ഇസ്രായേലിന് സത്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായ ധാരണ. അവരുടെ രാഷ്ട്രം അല്ലെങ്കിൽ പോലും, ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു ഓട്ടോ എടുത്ത് ഇന്ന് രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരം ആകുമ്പം ക്രോസ് ചെയ്യാൻ പറ്റുന്ന അത്ര ചെറിയ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്.
ആ രാഷ്ട്രം ഇത്ര അധികം ശക്തിയോടുകൂടി മറ്റ്, അതായത് അവരാൽ ചുറ്റപ്പെടെ കിടക്കുന്ന ശത്രുക്കളുടെ മേൽ പോലും ഒരു കണ്ണോടുകൂടി അല്ലേ, അത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ. അതെ അതെ. അപ്പോൾ ഈ ഖനിയെ കൊന്നത് മാത്രമല്ല, അവർ ഓരോരുത്തരും ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നതും ഈ വെപ്പൺസ് എവിടെയാണ് ഹിസ്ബുള്ളയും ഹമാസിന്റെ തീവ്രവാദികൾ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങൾ ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നതും മാത്രമല്ല ഇവർ വളരെ സുതാര്യമാണ്. അവരൊരു കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഒരു ചെറിയ 10 വയസ്സുള്ളൊരു കുട്ടിയുടെ നേരെ നെഞ്ചിൽ നിറയെ ഒഴിക്കുന്ന ഇസ്രായേൽ സൈനികരെ കുറിച്ച്. അവർ ചെയ്തിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ മാധ്യമങ്ങൾ നമ്മൾ ഒരു കാര്യത്തിന് അഭിനന്ദിക്കണം. അവർ അവിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അവരതെല്ലാം ചൂണ്ടിക്കാണും. മാത്രമല്ല അവർ വളരെ നിഷ്പക്ഷമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഒരിക്കലും അത് സ്വന്തം രാഷ്ട്രത്തിലെ പത്രമാണല്ലോ അതുകൊണ്ട് എല്ലാം അങ്ങ് സപ്പോർട്ട് ചെയ്യാമെന്നല്ല. അവർ വളരെ കൃത്യമായി ഒരു അതായത് നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് എന്താണ് നടന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരതിനകത്തൊരു അനാലിസിസ് നടത്തുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം, വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയും ഒരു ട്രാൻസ്പെറൻസി എല്ലാ വിഷയങ്ങളിലും ഇസ്രായേൽ പുലർത്തുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു യുദ്ധമര്യാദ തന്നെയാണ്. അത് അവർക്ക് അത് വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 2025 അത്ര ശോഭനമായിട്ടുള്ള ഒരു കാര്യവുമില്ല. കാര്യം എല്ലായിടത്തും അസ്ഥിരമായി, ഞാൻ പറഞ്ഞ പോലെ അസ്ഥിരമായ ഭരണകൂടമാണ്. ഇനി അവിടെ ഒരുപാട് കാര്യങ്ങൾ സെറ്റിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ നമുക്കറിയാം, ഇറാനാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നിന്നിരുന്ന ഒരു രാഷ്ട്രമായി ഉണ്ടായിരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കുറച്ചൊന്ന് ഒതുങ്ങി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. കാര്യം അവർ മറ്റേ പർദ്ദ വേണമെങ്കിൽ മാത്രം തലമറച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളിൽ ഇളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രഷറാണ് ഇറാന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇറാൻ കുറച്ചൊന്ന് ഒതുങ്ങിയെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇവർ സത്യത്തിൽ പതുങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയും ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു ഇൻ്റലിജൻസ് വീഴ്ചയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടിച്ചു കയറാൻ തോന്നിയാൽ അവർ പോവുകയും അടുത്തൊരു ഒക്ടോബർ 7 മറ്റൊരു ആവർത്തിക്കാൻ അവർക്ക് ഇത് ഈ ഇറാനെ സംബന്ധിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവർ ഇത്രയും ആയുധങ്ങൾ നിർമ്മിച്ച് ഈ തീവ്രവാദികൾക്ക് എത്തിക്കുന്നില്ലോ എന്നുള്ളതാണ്. ലോകത്തുള്ള ഈ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ ആയുധവും പണവും പരിശീലനവും എല്ലാം ഇറാൻ നൽകുന്നു. ഇറാൻ ധനമുണ്ട്, കാരണം അവർ വലിയ മറ്റേ നമ്മുടെ അമേരിക്കയിൽ നിന്നുള്ളൊരു മലയാളിയുടെ ഒരു ഇന്റർവ്യൂ നമ്മുടെ എക്സ്ക്ലൂസീവിലേക്ക് എടുത്തിരുന്ന സമയത്ത്, അപ്പം അതിൽ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം മറ്റേ അമേരിക്കയിൽ മറ്റേ ന്യൂ ഇയർ ആഘോഷത്തിനിടയ്ക്ക് ഒരാൾ ട്രക്ക് വെച്ച് കയറ്റി 15 പേരെ കൊന്നല്ലോ. അപ്പം ഈ പുള്ളിയുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് അമേരിക്കയിൽ നിന്നും നിരവധിയായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ സിറിയയിൽ വന്ന് പരിശീലനം, അതായത് ബോംബ് നിർമ്മാണം, അതുപോലെ ആളുകളെ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ് എടുത്തതിന് ശേഷം അമേരിക്കയിൽ തിരിച്ചു ചെന്നിട്ടുണ്ടെന്ന് FBI റിപ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ഏത് രീതിയിലാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇപ്പോൾ എങ്ങനെയാണ് ആ ആശയങ്ങളാണ് നിൽക്കുന്നത്, ഐഡിയോളജികൾ നിലനിൽക്കും. ആളുകളെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കും. ഇന്നലെ ട്രക്ക് ഒഴിച്ച് കയറ്റിയ ആള് നൗഷാദ് എന്നാണ് തോന്നുന്നു, വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് മാൻ. അവർ ആദ്യം വിചാരിച്ചത് അച്ഛനെയും അമ്മേനെയൊക്കെ കൊല്ലാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനൊരു വിസിബിലിറ്റി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അയാൾ അത് പോകാൻ. അയാൾ ആദ്യം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു, പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു, റാഡിക്കൽ രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞത്, പൊട്ടൻഷ്യൽ ജിഹാദികൾ ഇവിടെ ഉണ്ട്, സ്ലീപ്പർ സെല്ലുകൾ ധാരാളമുണ്ട്, പ്രത്യേകിച്ച് സിറിയ കേന്ദ്രീകരിച്ച്. കാര്യം ഇതൊരു വലിയ മരുഭൂമി പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെയൊന്നും എല്ലാ ഇടങ്ങളിലും ഒന്നും സുരക്ഷാ സേനയുടെ കഴിയില്ല. മാത്രമല്ല സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം ഞാൻ സഫാരി ടി വിയിൽ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ തന്നെ ഒരു വീഡിയോ കാണുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് 2008 മറ്റോ ആണ് അദ്ദേഹം സിറിയ സന്ദർശിച്ചപ്പോൾ ഒരു വീഡിയോ ഒന്ന് കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു എന്താണ് യാത്രീൻ്റെ ഡയറി അങ്ങനെ എന്തോ അദ്ദേഹം പറയാറുണ്ടല്ലോ, അങ്ങനെ പ്രോഗ്രാം ആണല്ലോ, അതിൻ്റെ അത്ര അനുഭവങ്ങൾ. അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഈ മനുഷ്യരെ അദ്ദേഹം ഒരു മരുഭൂമിയിൽ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതൊക്കെ ഉണ്ട്. ഇന്ന് ഈ മനുഷ്യരവിടെ ഉണ്ട്, കടയുണ്ടോയെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം ഇത് ഭയങ്കരമായൊരു യുദ്ധത്തിൽപ്പെട്ട ഒരു രാജ്യമായി, ആകെ ആഭ്യന്തര കലാപം എല്ലാം കൊണ്ട് തകർന്ന് തരിപ്പണ രാജ്യമാണ് സിറിയ. അവിടെ ഇതൊക്കെ ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ സാധാരണക്കാരെ മനുഷ്യനെ കുറിച്ച് ഒരു ചിന്തിക്കില്ല. കാര്യം ഞാൻ പറയല്ലോ, അവർക്ക് ഈ സ്ലീപ്പർ സെല്ലുകളാണ്, അവരെ തക്കിയ നടപ്പിലാക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ലോകം എന്നേ നന്നായി പോയനെ എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഇതൊരു പുതിയ 9/11 നടന്ന വേൾഡ് ട്രേഡ് സെന്ററിന് ആക്രമണം നടന്നിട്ടുള്ള, സത്യത്തിൽ ലോകത്ത് ഭീകരവാദം അമേരിക്കൻ പോലീസ് ഇല്ലായിരുന്നെങ്കിൽ ഏത് തരത്തിലേക്ക് വ്യാപിച്ചിരുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ബില്ലാദനെതിരെയും എത്രയോ അവരുടെ തന്നെ പണം ഉപയോഗിച്ച് അവരുടെ തന്നെ സൈന്യത്തെ ഇറക്കി എത്രയോ നാടുകളിൽ അവർ ഭീകരവാദത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഇന്നത്തെ പ്രതിഭാസമൊന്നുമല്ല,
പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മൾ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രത്തിലെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ടാകുന്ന രാജ്യങ്ങൾ തന്നെയാണ്. സിറിയ ആണെങ്കിലും ലെബനൻ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും എല്ലാം തന്നെ. പക്ഷെ അതിനെല്ലാം തച്ചുടച്ച് ഇല്ലാതാക്കി ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നതുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. പക്ഷേ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്ക അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ബലം തന്നെയാണ്. അവരുടെ പ്രധാന പ്രതിരോധ പങ്കാളി ഒരാളാണ്. നേരത്തെ ബൈഡൻ പ്രസിഡന്റായ സമയത്ത് തന്നെ കഴിഞ്ഞ തവണ ഗാസയിൽ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനുവദിച്ച ആയുധങ്ങൾ തൽക്കാലത്തേക്ക് കൊണ്ടുപോകേണ്ട, അതൊന്ന് അതിൻ്റെ സപ്ലൈ തടഞ്ഞു വെച്ചിരുന്നു. അത് നെതന്യാഹു വല്ലാതെ പൊട്ടിത്തെറിക്കുകയോ ചെയ്തിരുന്നു ആ സംഭവത്തിൽ. കാരണം ജോ ബൈഡൻ നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥയെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അതിന് എതിർപ്പ് വന്നു. ഈ ബോംബ് കൊണ്ടുപോയി അവിടുത്തെ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേർക്കാൻ പ്രയോഗിക്കാൻ പോകുന്നു എന്നുള്ള ആരോപണം അവിടെ വന്നിരുന്നു. അതുകൊണ്ട് അറിയാൻ തൽക്കാലത്തേക്ക് അതൊന്ന് നിർത്തി വെച്ചത്. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ അത്ര ആയുധങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ മാത്രമല്ല, ഇസ്രായേലിന്റെ കയ്യിലെ ആയുധ ശേഖരണം എന്തായാലും അവർക്ക് കൂട്ടി വെച്ചേ മതിയാവുള്ളൂ എന്നുള്ളതാണ് അവരുടെ ചരിത്രത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത്. പിറന്നു വീണ കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ ചരിത്രപരമായി തന്നെ അപരവൽക്കരിക്കപ്പെട്ട ആക്രമിക്കപ്പെട്ട ഒരു ജനതയാണ് ജൂതന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധശേഖരണം നടത്തിയില്ലെങ്കിൽ ചേട്ടാ അത്ഭുതമുള്ള കാര്യം അവരുടെ നാലുവഴിക്കും വളർന്നിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞല്ലേ ഒരു മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ വീട്ടിൽ താമസിക്കും, നമ്മൾ നാലുവഴിക്കൊന്നും അയൽക്കാരെല്ലാം കൂടെ ആക്രമിക്കാവുന്ന എന്താണ് അവസ്ഥ? എന്തായാലും നമുക്ക് ഇസ്രായേലിന്റെ ജനങ്ങളുടെ ആരുടെ ഒപ്പമല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ടല്ല, പക്ഷെ സമാധാനം വരണമെങ്കിൽ ആധുനികമായ തലച്ചോറോട് ചിന്തിക്കണം. ചില ആളുകളുടെ പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം തീവ്രവാദം ഒന്നിനും മറുപടിയുമല്ല. എന്തായാലും പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ നടപടി തന്നെയായിരിക്കും ഹൂത്തി മുതൽ നേരെ സ്വീകരിക്കുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഹമാസിനെ ഏതാണ്ട് തീർത്തു, ഹിസ്ബുള്ളക്കാർ അവരിപ്പോൾ എന്താണ് സമാധാന എല്ലാം ചോദിച്ചു വാങ്ങിച്ചു. ഇപ്പോൾ ഹൂത്തി വന്നിപ്പോൾ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ഇങ്ങോട്ട് മിസൈൽ അയക്കുമ്പോൾ 12 തിരിച്ച് അങ്ങോട്ട് വിടുന്ന രീതിയിൽ ഇസ്രായേലും പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ വെടിനിർത്തൽ വന്ന് ഈ ബന്ദികളുടെ മോചനത്തെക്കുറിച്ച് സത്യത്തിൽ സംസാരിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് ആരും ചിന്തിക്കില്ല. ആ മനുഷ്യരുടെ തട്ടിക്കൊണ്ടുപോയ മനുഷ്യരുടെ വീട്ടുകാരുടെ മനസ്സിലെ വേദന, കൊച്ചുകുട്ടികളും സ്ത്രീകളും ഒക്കെ ഭാര്യ ഭർത്താവ് അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട ആളുണ്ട്. അവരെ വേദനയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും തീവ്രവാദ പ്രവർത്തനത്തിന് ഒരു അന്ത്യം കുറിക്കാൻ ഒരുപക്ഷെ ഈ ഒരു ഇടപെടൽ, അമേരിക്കയുടെ ഒരു ഇടപെടൽ കൂടുതൽ സഹായകമാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം. ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ താൻ സ്കോർ ചെയ്യാൻ ബൈഡൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ബൈഡന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന്, ആൾ ശരിയല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് അത് നന്നായി തന്നെ കാലാവധി പൂർത്തിയാക്കാനായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.